ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തണം എന്നാണ് ആവശ്യം. ജുഡീഷ്യൽ സമിതിക്ക് അന്വേഷണ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയുടേതാണ് ഹർജി. ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ സുപ്രീം കോടതി വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്, അതിൻ്റെ വിവരങ്ങൾ തേടുന്നുണ്ട്, 3 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒരു ഇത് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വരികയാണ്. അത് പ്രധാനവുമാണ്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അച്യുതൻ? റിജിത്ത്, ഈ യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും ഇത്തരത്തിൽ പണം കത്തിക്കരിഞ്ഞ നിലയിൽ പണം കണ്ടെത്തിയ ഒരു സംഭവം, ആ സംഭവത്തിന് പിന്നാലെ സുപ്രീം കോടതി റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 അംഗ സമിതിയെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നു. എന്തായാലും ആ സമിതിയെ നിയോഗിച്ചതിന് പിന്നാലെയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നൊരു കാര്യം, ജുഡീഷ്യൽ സമിതിക്ക് അന്വേഷണ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മറിച്ച് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണം, അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് ഹർജിയിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അഭിഭാഷകൻ മാത്യു നെടുമ്പാറയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇതിൽ സുപ്രീം കോടതിയുടെ 3 അംഗ സമിതി അന്വേഷണം ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഡൽഹി പോലീസ് ഇദ്ദേഹത്തിൻ്റെ യശ്വന്ത് വർമ്മയുടെ ഈ കാൾ റെക്കോർഡ് അടക്കമുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, കോൾ ലിസ്റ്റ് അടക്കമുള്ള വിവരങ്ങൾ കൈമാറുകയും ചീഫ് ജസ്റ്റിസിന് കൈമാറുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുന്നത്. എന്തായാലും നാളെ ഇതൊരു പക്ഷേ മെൻഷൻ ചെയ്യുകയും ഇതിൽ എന്താണ് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ നാളെയായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ആവശ്യം, ഈ ഹർജിയിൽ പറയുന്നത് പോലൊരു ആവശ്യത്തിലേക്ക് കടന്നാൽ അത് യശ്വന്ത് വർമ്മയെ കൂടുതൽ കുരുക്കിലാക്കുന്ന ഒന്നുകൂടി ആയിരിക്കും. നിലവിൽ ഈ ജുഡീഷ്യൽ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കാനായി ഒരുങ്ങുന്നത്. ചീഫ് ജസ്റ്റിസ് ഒരു റിപ്പോർട്ടും കൈമാറിയിരുന്നു. യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നാണ് ഈ പണം കണ്ടെത്തിയത് അടക്കമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് റിപ്പോർട്ട് കൈമാറിയത്. എന്തായാലും ഇതിനെല്ലാം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സുപ്രീം കോടതിയുടെ 3 അംഗ സമിതി ഇതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. അതിനിടയിലാണ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം വേണം എന്നുള്ള ആവശ്യം സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വരുന്നത്. നാളെ ഒരുപക്ഷെ അതിലൊരു തീരുമാനം കോടതി എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നത്.